നിർണായകവും അസാധാരണവുമായ നീക്കവുമായി US. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് US-ലേക്കുള്ള ലഹരി മരുന്ന് ഒഴുക്ക് തടയാൻ പെട്രോ വിസമ്മതിച്ചു എന്നാരോപിച്ചാണ് US-ന്റെ ഈ നടപടി. ലഹരി മരുന്ന് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനായ കൊളംബിയൻ പ്രസിഡന്റ് അതിൽ പരാജയപ്പെടുന്നതായി നിരന്തരം US ആരോപണം ഉയർത്തിയിരുന്നു. പെട്രോയ്ക്ക് മേൽ ഇതിനായി US സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അസാധാരണ നടപടിയുമായി US മുന്നോട്ടു പോയത്. US-ന്റെ നടപടിയിൽ പ്രതികരിച്ച് പെട്രോ രംഗത്ത് വന്നു. താനൊരു ദശാബ്ദമായി മയക്കുമരുന്നിനെതിരെ പോരാടുകയാണ്. മാത്രമല്ല, ലഹരി ഉപയോഗം കുറയ്ക്കാൻ സഹായിച്ച സർക്കാർ തന്നെയാണ് തനിക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പെട്രോ കുറ്റപ്പെടുത്തുന്നത്. പെട്രോ അധികാരത്തിലെത്തിയ ശേഷം കൊളംബിയയിലെ ലഹരി ഉപയോഗം ഏറ്റവും ഉയർന്നതായി US ആരോപിക്കുന്നു. ഈ ലഹരി മരുന്ന് US-ലേക്കാണ് ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന ലഹരി ഉപയോഗിച്ച് അമേരിക്കയിലെ ആളുകൾ മരണത്തിലേക്കും കുഴപ്പത്തിലേക്കും നീങ്ങുകയാണ്. ലഹരി സംഘങ്ങളെ കൊളംബിയ വളരാൻ അനുവദിച്ചതായും US കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗുസ്താവോ പെട്രോ നിയമവിരുദ്ധ ലഹരി മരുന്ന് നേതാവാണെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. പിന്നാലെയായിരുന്നു നിർണായക നീക്കം. അതിനിടെ മയക്കുമരുന്നുമായി എത്തിയ കപ്പലിന് നേരെ അമേരിക്കൻ സേനയുടെ ആക്രമണം ഉണ്ടായി. കരീബിയൻ കടലിലുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി US അറിയിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത് ആണ് ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കപ്പലിനെയാണ് ആക്രമിച്ചതെന്നും US പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. മയക്കുമരുന്ന് കള്ളക്കടത്ത് അവസാനിപ്പിക്കുന്നതിനായി നടപടികൾ ശക്തമാക്കുന്നതായി ട്രംപ് അറിയിച്ചു. പിന്നാലെ നിരവധി ആക്രമണങ്ങളാണ് US സൈന്യം മേഖലയിൽ നടത്തിയത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പ്രതിരോധ സെക്രട്ടറി പുറത്തുവിട്ടിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ US ആക്രമണം തുടങ്ങിയത്. പിന്നീട് ഇതുവരെ 10 ആക്രമണങ്ങളാണ് US നടത്തിയത്. തെക്കൻ അമേരിക്കയിലും കരീബിയയിലും പസഫിക് സമുദ്രത്തിലുമാണ് ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ US ആക്രമണം നടത്തുന്നതിൽ ആശങ്ക പങ്കുവച്ച് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചാണ് പ്രധാന ചർച്ച. പ്രസിഡന്റിന് ഇത്തരം ആക്രമണത്തിന് നിർദ്ദേശം നൽകാനുള്ള അധികാരമുണ്ടോ എന്ന് US കോൺഗ്രസ് പോലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ നേതാക്കളും ഒരുപോലെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് ആക്രമിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് ട്രംപ് വിമർശനങ്ങളോട് പ്രതികരിച്ചത്. കരീബിയൻ കടലിന് മുകളിലൂടെ അമേരിക്കൻ വ്യോമസേനയുടെ B-1B ബോംബർ വിമാനങ്ങൾ പരിശീലന ദൗത്യം നടത്തിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് ദീർഘദൂര US ബോംബർ വിമാനങ്ങൾ ഈ മേഖലയ്ക്ക് മുകളിലൂടെ പരിശീലന ദൗത്യത്തിനെത്തിയത്. അമേരിക്കയുടെ പ്രധാന സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങളിൽ 2 എണ്ണമാണ് കരീബിയൻ കടലിന് മുകളിലൂടെ വ്യാഴാഴ്ച പറന്നത്. ടെക്സസിലെ ഡൈസ് വ്യോമസേന താവളത്തിൽ നിന്നാണ് B-1B ബോംബർ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്തത്.